നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 16 തിങ്കളാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. യുഎസിലെ 3 മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. US 10 ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ 3 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇപ്പോൾ 4.40% ഡിസംബർ 17-18 തീയതികളിൽ നടക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ടെക് സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് നേട്ടമുണ്ടാക്കിയത്. ഇനി യൂറോപ്യൻ വിപണി വെള്ളിയാഴ്ച ഇടിയുകയുണ്ടായി. UK-യിൽ നിന്നും GDP ഡാറ്റയും ജർമ്മനിയിൽ നിന്നും എക്സ്പോർട്ട് ഡാറ്റയും ഡിസപ്പോയിന്റ് ചെയ്തതാണ് ഇടിവിന് കാരണമായത്. എന്നിരുന്നാലും ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഇനി ഓയിൽ പ്രൈസുകൾ ഇപ്പോൾ 3 ആഴ്ചത്തെ ഉയർന്ന നിലയിലാണ്. കൂടാതെ ബിറ്റ്കോയിൻ ഇത് ആദ്യമായി $1,05,000 മറികടന്നിരിക്കുന്നു. അത്തരത്തിൽ ഒത്തിരിയേറെ പോസിറ്റീവായ വാർത്തകളുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഫോക്കസിലേക്ക് വരുന്ന വാർത്തകൾ നോക്കിയാൽ അഗ്രികൾച്ചർ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ട്രംപിന്റെ പുതിയ നയങ്ങൾ അത് ഇന്ത്യക്ക് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പരമാവധി ചുരുക്കിയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിൽ ഇവിടെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നൊരു പുതിയ ആഴ്ച ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. 200 ലൈക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ വാർത്ത RBI അഗ്രികൾച്ചർ ലോൺ ലിമിറ്റ് കൂട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഈ വാർത്തയുടെ വിശദാംശത്തിലേക്കും മറ്റ് ഏതൊക്കെ സെക്ടറുകൾക്കായിരിക്കും ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് കൂടി പറയാം. 2025 ജനുവരി 1 മുതൽ കർഷകർക്കായുള്ള ഈട് രഹിത വായ്പാ പരിധി 1.6 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി RBI വർദ്ധിപ്പിച്ചു. ചെറുകിട നാമമാത്ര ഭൂ ഉടമകളായ 86% കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന കമ്പനികളായ UPL, കോറമന്റൽ ഇന്റർനാഷണൽ, PI ഇൻഡസ്ട്രീസ് തുടങ്ങിയവയ്ക്ക് ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ എസ്കോട്ട്സ്, കുബാട്ട, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾക്കും ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണ് ഇവ. ഇതുകൂടാതെ ബാങ്കുകൾക്കും NBFCകൾക്കും ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റൂറൽ അഗ്രി ലോണുകൾക്ക് കൂടുതൽ എക്സ്പോഷർ ഉള്ള ബാങ്കുകളായ SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ കുറിച്ച് പേര് പറഞ്ഞു എന്ന് മാത്രം. ഇത് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല എന്നൊരിക്കൽ കൂടി പറയട്ടെ. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഷെയർ ചെയ്യാറുള്ളത്. ഇന്നത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയ വാർത്തയുള്ളത് ചൈനയ്ക്കെതിരായ ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന്റെ ഏറ്റവും മികച്ച ഗുണഭോക്താക്കളിൽ ഒരാൾ ഇന്ത്യയാണെന്ന് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു. സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ പ്രധാന ചരക്കുകൾ ലക്ഷ്യമിട്ട് 2018 താരിഫ് യുദ്ധം ട്രംപ് ആരംഭിച്ചത്. ചൈനയ്ക്കെതിരായിട്ടുള്ള താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ 6ാം സ്ഥാനത്താണ് ഇന്ത്യ എത്തിയത്. US-ലേക്കുള്ള കയറ്റുമതിയിൽ $36.8 ബില്യൺ വർദ്ധിച്ചു. വളർച്ചയുണ്ടാക്കിയ പ്രധാനപ്പെട്ട മേഖലകൾ ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ് എന്നിവയാണ്. ഇനിയും ഒരു താരിഫ് വരുന്നതോടെ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ്. നവി മുംബൈ IAAയുടെ 74% ഓഹരികൾ 1628 കോടി രൂപയ്ക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റെടുത്തു. അടുത്തത് ഡിക്സോൺ ടെക്നോളജീസ് എന്ന കമ്പനി. വിവോ ഇന്ത്യക്കൊപ്പം സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ OEM ബിസിനസ് ഏറ്റെടുക്കുന്നതിന് നിർദ്ദിഷ്ട JVM ബൈൻഡിംഗ് ടേം ഷീറ്റിൽ കമ്പനി ഒപ്പുവെച്ചു. ജോയിന്റ് വെഞ്ചറിൽ വിവോയ്ക്ക് 49% ഓഹരിയും ഡിക്സോണിന് 51% ഓഹരിയും ഉണ്ടായിരിക്കും. അടുത്തത് GMM പോഡ്ലർ എന്ന കമ്പനിയാണ്. ബോർഡ് അലക്സാണ്ടർ പോപ്നറിനെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിച്ചു. 2025 ഫെബ്രുവരി 7 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. അടുത്തത് 63 മൂൺസ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. നിക്ഷേപകർ NSEL ഇൻവെസ്റ്റേഴ്സ് ഫോറം കൊണ്ടുവന്ന് തർക്കങ്ങളോ ക്ലെയിമുകളോ പരിഹരിക്കുന്നതിന് അന്തിമ സെറ്റിൽമെന്റിനായി 1950 കോടി രൂപ നൽകാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സുവർണ അവസരം 50% ഡിസ്കൗണ്ടിൽ വന്നു ചേർന്നിട്ടുണ്ട്. മാർക്കറ്റ് ആരംഭിക്കുന്ന രാവിലത്തെ 9 മണി മുതൽ 3:30 വരെ ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പിലാണ്. അത്തരത്തിൽ ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നൽകിയിട്ടുണ്ട്.
അത്തരത്തിൽ നിങ്ങൾക്ക് ആ ലിങ്ക് വഴിയോ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു കമ്പനി ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. മധ്യപ്രദേശ് മെട്രോ റെയിൽ കമ്പനിയിൽ നിന്ന് 1,006.74 കോടി രൂപയുടെ പദ്ധതിക്ക് കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. അടുത്തത് JK പേപ്പർ എന്ന കമ്പനിയാണ്. പേപ്പർ ആൻഡ് പാക്കേജിംഗ് സൊല്യൂഷൻസ് കമ്പനി അതിൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് ഒരു സ്കീം ഓഫ് അറേഞ്ച്മെന്റ് പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി 3 അനുബന്ധ സ്ഥാപനങ്ങളെ JK പേപ്പറുമായി ലയിപ്പിച്ച് ഒരു ഏകീകൃത പേപ്പർ പാക്കേജിംഗ് കമ്പനിയായി സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് JP വെഞ്ചേഴ്സ് എന്ന കമ്പനിയാണ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ 1,334 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ മണപ്പുറം ഫിനാൻസ്, സെയിൽ, ഗ്രാനുൽസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നാഷണൽ അലുമിനിയം കമ്പനി, PVR ഇനോക്സ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. FIDA ആക്ടിവിറ്റിയിലേക്ക് 2,335 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച FIs ബൈ ചെയ്തത്. DIs ആവട്ടെ 732 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു വാർത്തയാണ്, ഡിസംബറിലെ ആദ്യ രണ്ടാഴ്ചയിൽ 22,766 കോടി രൂപയുടെ അറ്റ നിക്ഷേപകരായി വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തി എന്നൊരു വളരെ പോസിറ്റീവായ വാർത്ത കൂടിയുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഈ ആഴ്ച ഏഷ്യൻ മാർക്കറ്റുകളും ഫോക്കസിൽ തന്നെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ബാങ്ക് ഓഫ് ജപ്പാനിൽ നിന്നും പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയിൽ നിന്നും സെൻട്രൽ ബാങ്കിന്റെ ഡിസിഷൻസ് വരാനുണ്ട്. ഏതായാലും ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ കൂടുതലും പോസിറ്റീവിൽ തന്നെയാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.08% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.01% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റാണ് കൂടുതൽ നേട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്, 1% മുകളിൽ നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.08% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ മാർക്കറ്റ് മാത്രമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,777 ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് റഷ്യയ്ക്കും ഇറാഖിനുമെതിരായ അധിക ഉപരോധം സപ്ലൈ കർശനമാക്കുമെന്നും യൂറോപ്പിലെയും US-ലെയും കുറഞ്ഞ പലിശ നിരക്ക് ഇന്ധന ആവശ്യകത വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലും എണ്ണവില വെള്ളിയാഴ്ച 2% ഉയരുകയുണ്ടായി. ഇപ്പോൾ ഓയിൽ പ്രൈസുകളുള്ളത് 3 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.41 പെർ ബാരൽ എന്ന നിലയിൽ 0.11% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $70.66 പെർ ബാരൽ എന്ന നിലയിൽ 0.88% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലേക്ക് 24,768 219 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിഫ്റ്റിയിൽ ഒരു റിക്കവറി നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത്രയും വലിയൊരു വൊളറ്റാലിറ്റി ആയിരുന്നു വെള്ളിയാഴ്ച കാണാൻ കഴിഞ്ഞത്. ഡേ ലോയിൽ നിന്നും ഏകദേശം 600 പോയിന്റ്സിന്റെ ഒരു റിക്കവറിയാണ് വെള്ളിയാഴ്ച കണ്ടത്. ഏകദേശം 2.5% ഉയർന്നത്. വെള്ളിയാഴ്ച രാവിലെ പ്രധാനപ്പെട്ട 20, 50, 100 ഡേ മൂവിംഗ് ആവറേജുകൾക്ക് താഴെയായി നിഫ്റ്റി എത്തിയെങ്കിലും 11 മണിയോടുകൂടി തന്നെ ഒരു റിക്കവറി ലഭിച്ച് ഒടുവിൽ എല്ലാ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചു. നിഫ്റ്റി ഇപ്പോൾ നമ്മൾ വരച്ച ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ കൃത്യമായി തന്നെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നിഫ്റ്റി കൃത്യമായി തന്നെ നമ്മൾ വരച്ച ആ ഒരു ഡൗൺ സൈഡിലെ സപ്പോർട്ട് ലെവൽ, അതായത് 24,180 ടച്ച് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു കയറിയത്. അപ്സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,850 ലെവലും കൂടാതെ 25,000 ലെവലുമാണ്. ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ 24,500 മുതൽ 24,550 വരെയുള്ള ലെവലാണ്. ഇതോടെ നിഫ്റ്റിയുടെ ഓവറോൾ സെന്റിമെന്റ് ബുള്ളിഷ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ PCR ഉള്ളത് 1.04 എന്ന നിലയിലാണ്. അതും ഒരു ബുള്ളിഷ്നെസിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 26,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 ഇനി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റ് ആണ് പരിശോധിക്കുന്നത്. അതിനായിട്ട് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എടുക്കുകയാണ്. ആദ്യം ATM സ്ട്രൈക്കായി 24,750 793% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 222% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,700 സ്ട്രൈക്കിൽ 156% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 24% വർധനവ് കോൾ സൈഡിൽ ഷോർട്ട് ബിൽഡപ്പ് ഉണ്ട്. 24,800 സ്ട്രൈക്കിൽ 391% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 77% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും ആണുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 367 പോയിന്റ്സ് ഉയർന്ന് 53,584 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ വരച്ച ആ ഒരു ബോക്സും ബ്രേക്ക് ചെയ്ത് അതിന് താഴേക്ക് പോയെങ്കിലും പിന്നീട് രാവിലെ തന്നെ റിക്കവറി ചെയ്ത്
പിവറ്റിന്റെ അതായത് ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തു. ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഒരു പോസിറ്റിവിറ്റി അതിനുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000 ആണ്. അതിനുശേഷം 55,000 സ്ട്രൈക്കും അതിനുശേഷം 56,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000 ആണ്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കുമാണ്. സ്പോട്ട് പ്രൈസ് ആയി വരുന്നത് 53,583 അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് വലിയ ഇടിവിലാണ് ഇന്ത്യ വിക്സ് ഉള്ളത്. തുടർച്ചയായ 6ാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് ഇടിയുകയുണ്ടായി. വെള്ളിയാഴ്ച 13.05 1% മുകളിലാണ് ഇടിഞ്ഞത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.